Hi friends, welcome to Sana's Edu Tips. KTET Category 3 syllabus based classes are ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള അറിയേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചു. നമ്മൾ ഇന്നലെ മുതൽ തിയററ്റിക്കൽ പാർട്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഈ ഒരു തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സെഷൻ എല്ലാവർക്കും, അതായത് ഏത് കാറ്റഗറിക്കാർക്കും ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ CTETകാർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. സെയിം ടൈം നമ്മുടെ ക്ലാസ് ഇന്ന് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഓർഡറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ പ്രീവിയസ് ക്ലാസ്സസ് എല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ പാർട്ടൊക്കെ ഈ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ ആകുമ്പോൾ നിങ്ങൾ പാർട്ട് 1 കണ്ടേച്ചതിന് ശേഷം പാർട്ട് 2 കാണുന്നതായിരിക്കും ബെറ്റർ. എന്നാലും കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവത്തുള്ളൂ. കാരണം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അതുകൊണ്ടാണ്. അപ്പോൾ കൂടെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം ഇന്നത്തെ ക്ലാസ്സിലോട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ച് ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിനെ കുറിച്ചാണ്. അത് തൊണ്ടേക്കിൻ്റെ തിയറിയാണ്. കണക്ഷനിസം എന്നും കൂടി പറയും അല്ലേ. ദെൻ തൊണ്ടേക്ക് നമ്മുടെ കാറ്റിനെ വെച്ചിട്ടായിരുന്നു ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത്. എക്സ്പെരിമെൻറ്റ് എന്താണെന്നെല്ലാം പറഞ്ഞു അല്ലേ. ദെൻ പിന്നെ എന്താ പഠിച്ചത്, ഈ ഒരു ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റിമുലസ് റെസ്പോൺസിൻ്റെ ഒരു കണക്ഷൻ ആയിട്ടാണ് പറയുന്നത് അല്ലേ. അത് SR ടൈപ്പ് എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്നോ SR ടൈപ്പ് എന്നോ SR റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. സോ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് അല്ലേ. ആൻഡ് വൺ മോർ തിങ്, എന്താണ് ഈ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ബിഹേവിയറിസ്റ്റ് അപ്രോച്ചാണ്. ഓക്കെ, ബിഹേവിയറിസ്റ്റ് തിയറിയാണ്. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ലേണിംഗ് തിയറീസ് 3 കാറ്റഗറി ഉണ്ട്. ബിഹേവിയറിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കൊഗ്നിറ്റീവ് തിയറീസ് ഉണ്ട്, കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസും ഉണ്ട്. സോ ഈ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റ് തിയറിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു കുറേ ലോസ് അല്ലേ. ഈ ഒരു എക്സ്പെരിമെൻറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് ലോസ് ഒക്കെ തൊണ്ടയ്ക്ക് കൊണ്ടുവന്നു. അത് ഏതൊക്കെയായിരുന്നു, പ്രൈമറി ലോസ് ഓഫ് ലേണിംഗ് എന്നുണ്ട്, സെക്കൻഡറി ലോസ് ഓഫ് ലേണിംഗ് എന്നുണ്ട് അല്ലേ. പ്രൈമറി ലോസ് ഓഫ് ലേണിംഗിൽ വരുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ്. ഈ 3 ലോവും ക്ലിയർ ആയതല്ലേ. ദെൻ സെക്കൻഡറി ലോസ് ഓഫ് ലേണിംഗ് ഏതൊക്കെയായിരുന്നു, ലോ ഓഫ് പ്രൈമസി, ലോ ഓഫ് ഇൻറ്റൻസിറ്റി, ലോ ഓഫ് റീസൻസി. ഇത്രയും നമ്മൾ സെക്കൻഡറി ലോസ് ഓഫ് ലേണിംഗ് ഇത്രയും വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എല്ലാം ഞാൻ പറഞ്ഞതാണ്. സോ പിന്നെ അതർ സബോർഡിനേറ്റിംഗ് ലോസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അതും കൂടി എല്ലാ ലോസും ഒരുമിച്ച് പറഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം ഈ പ്രൈമറിയും സെക്കൻഡറിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ആൻഡ് അതർ സബോർഡിനേറ്റിംഗ് ലോസ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണെന്ന് പറയാം. ഓക്കെ, സബോർഡിനേറ്റ് ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് ഫസ്റ്റ് വൺ ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. ഈ മൾട്ടിപ്പിൾ റെസ്പോൺസിന് ഉദ്ദേശിച്ചത് ഒരു ലേണർ ഒരു ന്യൂ ലേണിംഗ് സിറ്റുവേഷനിൽ വെറൈറ്റി ഓഫ് വേസിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതാണ് ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കറക്റ്റായിട്ട് ഒരു റെസ്പോൺസിന് എത്തുന്നതിന് മുമ്പ് ഒരു ലേണർ എന്ത് ചെയ്യും, കുറേ വെറൈറ്റി ഓഫ് വേസിൽ അപ്രോച്ച് ചെയ്യാറുണ്ട് അല്ലേ. അതാണ് ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നിൽ കൂടുതലല്ല, കുറേ അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് വേസിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ന്യൂ ലേണിംഗ് സിറ്റുവേഷനിൽ. ഇതാണ് ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാൻ വേണമെങ്കിൽ നമ്മളൊരു പസിൽ സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുറേ ഡിഫറെൻറ്റ് വേസ് ട്രൈ ചെയ്യാറുണ്ട് അല്ലേ. അതായത് വെറൈറ്റി ഓഫ് വേസ് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. ഓക്കെ, അതായത് ഒരു ന്യൂ ലേണിംഗ് സിറ്റുവേഷനിൽ ദ ലേണർ എന്തായിരിക്കും, റെസ്പോൺസിന് വെറൈറ്റീസ് ഓഫ് വേസ് ബിഫോർ അറൈവിങ് അറ്റ് ദി കറക്റ്റ് റെസ്പോൺസ്. കറക്റ്റ് റെസ്പോൺസിന് എത്തുന്നതിന് മുമ്പ് ഒരു വെറൈറ്റി ഓഫ് വേസിൽ ലേണർ റെസ്പോണ്ട് ചെയ്യുന്നു. അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. ഓക്കെ അല്ലേ. ദെൻ ലോ ഓഫ് സെറ്റ് ആറ്റിറ്റ്യൂഡ്. ഇവിടെ പറയുമ്പോൾ നമുക്ക് ഈ ആറ്റിറ്റ്യൂഡുമായിട്ട് കണക്ട് ചെയ്താൽ പറയുന്നത്, അതായത് ഒരു ലേണർ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ ആ ലേണർക്ക് ആ ടാസ്കിനോട് ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സമയത്ത് നമ്മൾ ലോ ഓഫ് സെറ്റ് ആറ്റിറ്റ്യൂഡിൽ പറയുന്നത് നല്ല ഒരു ആറ്റിറ്റ്യൂഡ് സെറ്റ് ഇൻ ദ ടാസ്ക്. ആ ടാസ്കുമായിട്ട് നല്ല ഒരു ആറ്റിറ്റ്യൂഡ് സെറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ലേണർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അതായത് ഒരു ടാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ ആ ടാസ്കുമായിട്ട് നല്ല ഒരു സെറ്റ് വേണം, നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഈസി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലേണർ ആ സിറ്റുവേഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി, ഇഷ്ടമുള്ള ജോലി അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യം പഠിക്കാൻ നമ്മൾ വേറെ ഇൻട്രസ്റ്റ് ആയിട്ട് പോകാറുണ്ട് അല്ലേ, നമുക്ക് നല്ലൊരു താല്പര്യം ഉണ്ടാവാറുണ്ട്. അതേസമയം നമുക്കൊരു ഇഷ്ടമില്ലാത്തൊരു ജോലി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ടോപ്പിക്കാണ് പഠിക്കണം എന്ന് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ഇരിക്കുവാണ്, നമുക്ക് എന്താവണം, ചിലപ്പോൾ നമുക്ക് അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. കാരണം നമുക്ക് ആ ഒരു ടോപ്പിക് നമുക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമല്ല. സോ ആ ഒരു സബ്ജക്റ്റിനോടൊരു ഇഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്കിനോട് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ലോ ഓഫ് സെറ്റ് ആറ്റിറ്റ്യൂഡിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ആ ടാസ്കിനോട് നല്ലൊരു ആറ്റിറ്റ്യൂഡ് എന്ന രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്. ഈ ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, നമ്മൾ അതായത് ഇർറിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇർറിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ സെലക്ട് ചെയ്യും. ആ ഒരു സംഭവമാണ് ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ് സിമ്പിളായിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് സെലക്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മളത് എന്താ ചെയ്യും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ ഇറെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അതിന് നെഗ്ലക്റ്റ് ചെയ്യുക. ഇതാണ് ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെൻറ്റ്സിൽ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ദെൻ ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോജി ഓർ അസിമിലേഷൻ. അസിമിലേഷൻ ഓർമ്മയുണ്ട്, പിയാഷയുടെ തിയറി പഠിച്ചാണ് അല്ലേ. ഇപ്പം എന്താണ് കണക്ട് ചെയ്യുക എന്നുള്ളതാണല്ലേ അസിമിലേഷൻ ഒരു മീനിങ് ആയിട്ട് വരുന്നത്. അതേ സംഭവത്തിന് ഇവിടെയാണ്. അതായത് ഒരു ലേണർ എപ്പോഴും എന്താണ് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ലേണിംഗ് സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, പഴയ ആയിട്ടൊരു ഓൾഡ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറയാം, ദർ ഇസ് എൻ ടെൻഡൻസി ടു യൂട്ടിലൈസ് കോമൺ എലമെൻറ്റ്സ് ഇൻ ദ ന്യൂ സിറ്റുവേഷൻ എന്ന് പറയാം അല്ല. അതായത് എപ്പോഴും എന്താണ് കോമൺ ആയിട്ടൊരു എന്തെങ്കിലും ഒരു എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് നമുക്ക് ഒന്ന് നമ്മൾ നോക്കാൻ തോന്നും അല്ല. അതിലും ഇത് ഒരേപോലെ സംഭവമാണ് എന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്യും അല്ലെങ്കിൽ കണക്ട് ചെയ്യുക, കമ്പയർ അല്ല കണക്ട് ചെയ്യുക. അതാണ് എന്ത് ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോജി ഓർ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം, നമ്മുടെ ഓൾഡ് എക്സ്പീരിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നു, അത്ര ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഒരു സിമിലർ സിറ്റുവേഷൻ, മുമ്പത്തെ ഒരു സിമിലർ സിറ്റുവേഷൻ നമ്മൾ അതേപോലത്തെ സിറ്റുവേഷൻ എഗെയിൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പഴയ കാര്യം നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോജി ഓർ അസിമിലേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ നമ്മുടെ ഓൾഡ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി ഇവിടെ. ഓക്കെ, അതായത് പഴയ റെസ്പോൺസുമായിട്ട് കണക്ട് ചെയ്യുക ഒരു പുതിയൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സിമിലർ സിറ്റുവേഷനിൽ എന്നൊക്കെയുള്ള കാര്യമാണ് ഈ അസിമിലേഷൻ, കണക്ട് ചെയ്യുക ഓൾഡ് എക്സ്പീരിയൻസ് ആയിട്ട്. അത്ര മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, ദ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ഇപ്പോൾ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതും സിമ്പിളായിട്ട് പറയാം. അതായത് ലേണർ എന്ന് പറയുന്നത് ഒരു ലേണർ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ദ സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്റ്റിമുലസിനനുസരിച്ചിട്ട്. ഓക്കെ, ഒരു ലേണർ അല്ലെങ്കിൽ എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിമുലസിനനുസരിച്ചായിരിക്കും അല്ലേ. ദ റെസ്പോൺസ് ഓഫ് ദ ലേണർ ഷിഫ്റ്റ് വിത്ത് സിറ്റുവേഷൻ അനുസരിച്ച് എന്താവും, ആ ഒരു റെസ്പോൺസ് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ആ ഒരു സംഭവം തന്നെ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിങ്ങിൽ പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരാളുടെ റെസ്പോൺസ് എന്ന് പറയും ഇറ്റ് ഇസ് ഡിപ്പെൻഡ് ഓൺ എന്തെന്ന് പറയാം, നമുക്ക് സ്റ്റിമുലസിനെയോ സിറ്റുവേഷനോ ഒക്കെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ ഇതെന്തായിരിക്കും, ആ റെസ്പോൺസിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ റെസ്പോൺസ് ഷിഫ്റ്റ് ആവുന്നു. ദ റെസ്പോൺസ് ഓഫ് ദ ലേണർ ഷിഫ്റ്റ് വിത്ത് സിറ്റുവേഷൻസ്. എന്തിൻ്റെ ബേസിലായിരിക്കും ആ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാവുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റിമുലസ് എന്ന് പറയാം അല്ല. കാരണം നമ്മളിവിടെ എന്താണ് സ്റ്റിമുലസ് റെസ്പോൺസിൻ്റെ ഒരു കണക്ഷനാണ് പറയുന്നത്. സോ ഇതിൻ്റെ സ്റ്റിമുലസ് അനുസരിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് എന്തുണ്ടാവുന്നു, ഒരു ലേണർ റെസ്പോൺസിൽ ഷിഫ്റ്റ് ഉണ്ടാവുന്നു. അതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് ഒന്നുകൂടി പറയാം. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് വേസ് ട്രൈ ചെയ്യുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. ലോ ഓഫ് സെറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ടാസ്കിനോട് നല്ലൊരു ആറ്റിറ്റ്യൂഡ് സെറ്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ദെൻ ലോ ഓഫ് പ്രീ പൊട്ടൻസി പറയുമ്പോൾ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് സെലക്ട് ചെയ്യുക, ഇറിലവൻ്റ് ആയിട്ടുള്ള തിങ്സ് നെഗ്ലക്ട് ചെയ്യുക എന്ന രീതിയാണ് ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത്. ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോജി ഓർ അസിമിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഓൾഡ് എക്സ്പീരിയൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്, അതായത് ഒരു സിമിലർ സിറ്റുവേഷനിൽ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നോക്കാനുള്ള ഒരു ടെൻഡൻസി
അല്ല, അതിനെയാണ് എന്ത് പറയുക, അല്ലെങ്കിൽ പഴയ കാര്യം ഒരു കണക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനെയാണ് എന്ത് പറയുക, ലോ ഓഫ് അസിമിലേഷൻ ഓർ അനലോജി എന്ന് പറയുന്നത്. ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ദ റെസ്പോൺസ് ഓഫ് ദ ലേണർ ഷിഫ്റ്റ്സ് വിത്ത് സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിന് അനുസരിച്ചായിരിക്കും ഒരു ലേണറുടെ റെസ്പോൺസ് എന്നുള്ളതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇന്നത്തെ പുതിയൊരു കാര്യം പറയുന്നത് അല്ലേ. അത് നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ പാർട്ടിലോട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ ഓരോരോ തിയറി പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നു, അങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് തൊണ്ടേക്ക് തിയറിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. തൊണ്ടേക്ക് ലേണിംഗ് തിയറി ഈസ് എ ബോണ്ട് ഓഫ് SR, RS, SS, SI. ഏതാണ് തൊണ്ടേക്കിൻ്റെ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ബോണ്ടാണ്? ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ദ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. സോ SR ടൈപ്പാണ് അല്ലേ, SR ടൈപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കാം. ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ് കം അണ്ടർ ദി പാനൽ ഓഫ് ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫേർട്ട്, ഓൾ ഓഫ് ദ എബോ. അപ്പോൾ ഈ ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും ഇന്നലെ പഠിച്ച കാര്യമായിരുന്നു അല്ലേ. ഇതിൽ ഏതിൻ്റെ അണ്ടറിലാണ് ഈ രണ്ട് ലോസും വരുന്നത്? ലോ ഓഫ് എക്സസൈസിൻ്റെ അണ്ടറിലാണ് അല്ലേ. പ്രത്യേകം നമ്മൾ പറഞ്ഞിരുന്നു ലോ ഓഫ് എക്സസൈസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. നെക്സ്റ്റ് നോക്കാം. ലോ ഓഫ് റെഡിനെസ് ഈസ് റിലേറ്റഡ് ടു മോട്ടിവേഷൻ, റിവാർഡ്, പണിഷ്മെൻറ്റ്, പ്രാക്ടീസ്. ഏതാണ് ലോ ഓഫ് റെഡിനെസ്? ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ നമുക്ക്? ഒരു ഡൗട്ടും വേണ്ട, മോട്ടിവേഷനുമായിട്ടാണ്. ഓക്കെ, ലോ ഓഫ് റെഡിനെസ് ഈസ് റിലേറ്റഡ് ടു എന്താണ്? മോട്ടിവേഷൻ. നമ്മുടെ ഈ ഒരു തൊണ്ടേക്കിൻ്റെ തിയറി തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മോട്ടിവേഷനാണ് അല്ലേ. മോട്ടിവേഷൻ അതുപോലെ തന്നെ എന്താണ് കുറച്ച് റീഇൻഫോഴ്സ്മെൻറ്റും കൂടിയിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ ക്ലാസ് the step of introducing a lesson is based on which law of learning? അപ്പോൾ ക്ലാസ്സിൽ ഒരു ടീച്ചർ എന്താണ് ഒരു ലെസൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ് അല്ലേ. അത് ഇത് ഏത് തിയറിയുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദ്യം. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഡിസ്യൂസ്, നൺ ഓഫ് ദിസ്. അപ്പോൾ ഏതുമായിട്ടാണ് കണക്ട് ചെയ്ത് ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കുക? ലോ ഓഫ് റെഡിനെസ് ആണ് അല്ലേ. കാരണം എന്താണ്, ആ ടീച്ചർ ആ സ്റ്റുഡൻസിന് ആ ഒരു നോളജ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കുട്ടികളെ റെഡി ആക്കണം ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ് ലോ ഓഫ് റെഡിനെസ്. നെക്സ്റ്റ് വന്ന് നോക്കാം. തൊണ്ടേക്ക് ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, ലേണിംഗ് ഓഫ് ബിഹേവിയർ, ഫങ്ഷണലിസം. ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ തൊണ്ടേക്ക് എന്ന് പറയുന്നത് ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ്. അപ്പോൾ തൊണ്ടേക്ക് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഫാദർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, തൊണ്ടേക്ക് ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ psychology. Next one, the law of learning that an act which has a satisfying effect and the pleasure derived from the learning will strengthen the learning is dash. അപ്പോൾ ഈ തന്ന ഏത് ലോയിലാണ് ഏതാണ് ഒരു സാറ്റിസ്ഫൈയിങ് ഇഫക്റ്റും അതുപോലെ പ്ലഷർ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ലേണിംഗ് എഫക്റ്റീവ് ആവും അല്ലെ എന്ന രീതിയിൽ പറയുന്നത്, ലേണിംഗ് സ്ട്രെങ്തൻ ആവും എന്ന രീതിയിൽ പറയുന്നത് ഇതിൽ ഏത് ലോ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോ ഓഫ് എക്സസൈസ് ആണോ, ലോ ഓഫ് റെഡിനെസ് ആണോ, ലോ ഓഫ് ഇഫക്റ്റ് ആണോ, ലോ ഓഫ് ഇൻറ്റൻസിറ്റി ആണോ? ഇപ്പോൾ പറഞ്ഞു ഒരു എഫക്റ്റ് ആണ്, സാറ്റിസ്ഫൈയിങ് എഫക്റ്റ് ആണ്, പ്ലഷർ ഡിറൈവ്ഡ് ഫ്രം ദ ലേണിംഗ്, സ്ട്രെങ്തൻ ദ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഏതാണത്? അത് ലോ ഓഫ് ഇഫക്റ്റ് ആണ് അല്ല. എക്സസൈസും അല്ല, റെഡിനെസ്സും അല്ല, ഇൻറ്റൻസിറ്റി ഒന്നും അല്ല അല്ലേ. ലോ ഓഫ് ഇഫക്റ്റ്. ചിലപ്പോൾ ഇങ്ങനെ ലോസ് പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഫിസിക്സിൽ കെമിസ്ട്രിത്തിൽ ലോസൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തൊക്കെ വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കാരണം നമ്മൾ ഏതെങ്കിലും പുതിയൊരു ലോ ഇതെന്തൊരു ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇതുപോലെ ഏതോ ഒരു എക്സാമിന് ഇങ്ങനെ കുറേ ലോ ഉണ്ട്. അപ്പോൾ വേറെ നമ്മുടെ കെമിസ്ട്രിയിലും ഫിസിക്സിൻ്റെ ഒക്കെ ലോസൊക്കെ ഓരോന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ലോ ഓഫ് ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ലോ ആണ് കറക്റ്റ് ഇതൊക്കെ പേര് പഠിച്ചാൽ തന്നെ നമുക്ക് മതിയില്ലേ, പെട്ടെന്ന് തന്നെ ബാക്കി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. Then a principle in Thorndike's theory reveals that the strength of the bond decreases proportionally with the non-use of a particular bond or a connection over a period of time. What is the name of the principle? അതായത് ഒരു തിയറിയുടെ, അതായത് തൊണ്ടൈക്കിൻ്റെ ഒരു തിയറിയിൽ പറയുന്നുണ്ട് എന്താണ്, the strength of the bond decreases proportionally അല്ലേ, പ്രൊപ്പോർഷണലി എന്നാണ്.
പ്രപ്പോർഷണലി വിത്ത് ദി നോൺ യൂസ് ഓഫ് എ പെർട്ടിക്കുലർ ബ്രോ. അതായത് എന്തെങ്കിലും ഒരു കാര്യം യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു സ്ട്രെങ്ത് കുറയുന്നു എന്ന രീതിയിൽ പറയുന്നത് ഈ ഏത് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇത് ഏത് ലോ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലോ ഓഫ് ഇഫക്റ്റ് ആണോ, ലോ ഓഫ് റീസൻസി ആണോ, ലോ ഓഫ് ഡിസ്യൂസ് ആണോ, ലോ ഓഫ് ഫ്രീക്വൻസി ആണോ, ഏതാണ് വരുന്നത്? അപ്പം നോൺ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ എന്താണ് ആ ഒരു സ്ട്രെങ്ത് കുറയും. ദാറ്റ് മീൻസ് ഏതാണ്? ലോ ഓഫ് ഡിസ്യൂസ് ആണ് അല്ലേ? ലോ ഓഫ് ഡിസ്യൂസ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒത്തിരി പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വേറൊരു തിയറി ആയിട്ട് വരാം. ഓക്കെ, താങ്ക്